നമസ്കാരം. കേരള ഗവൺമെന്റ് പുതിയൊരു ആംനസ്റ്റി സ്കീമും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയ സ്കീം പ്രമാണിച്ച് പുതിയ ആംനസ്റ്റി സ്കീം ഓഗസ്റ്റ് 1, 2024 മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. GSTക്ക് മുൻപുള്ള വാറ്റ്, CST, ലക്ഷറി ടാക്സ്, KGST തുടങ്ങിയ എല്ലാ കാറ്റഗറികൾക്കും ഇത് ബാധകമാണ്. പക്ഷേ മദ്യവിൽപ്പന സ്ഥാപനങ്ങൾക്കുള്ള ടേൺ ഓവർ ടാക്സ്, കോമ്പൌണ്ടിംഗ് ടാക്സ്, സർചാർജ് തുടങ്ങിയവയൊന്നും ഈ സ്കീമിൽ പെടുന്നില്ല. 4 സ്ലാബുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇൻട്രസ്റ്റും പെനാൽറ്റിയും കംപ്ലീറ്റ് ആയിട്ട് വേവ് ചെയ്യുകയാണ്. ഈ 4 സ്ലാബിൽ ഒന്നാമത്തെ സ്ലാബ് പറയുന്നത് ഒരു അസസ്മെന്റ് ഓർഡർ പ്രകാരം കൊടുക്കുവാനുള്ള ടാക്സിന്റെ ഡിമാൻഡ് 50,000 രൂപയിൽ താഴെയാണെങ്കിൽ നികുതി ഒന്നും അടയ്ക്കണ്ട. അതായത് ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഇഫ് എനി ഉണ്ടെങ്കിൽ ഒരു തുകയും അടയ്ക്കേണ്ടതില്ല. സ്ലാബ് നമ്പർ 2 പറയുന്നത് ഒരു അസസ്മെന്റ് ഓർഡർ പ്രകാരം കൊടുക്കുവാനുള്ള തുക 50,000 തുടങ്ങി 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ടാക്സിന്റെ 30% അടച്ചാൽ മതിയാവും. സ്ലാബ് 3 പറയുന്നത് ഒരു ഓർഡർ പ്രകാരം കൊടുക്കുവാനുള്ള ടാക്സ് 10 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലാണെങ്കിൽ 2 സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്പീലുകൾ പെൻഡിംഗ് ഉണ്ടെങ്കിൽ നികുതിയുടെ 40% അടച്ചാൽ മതിയാവും. മറിച്ച് അപ്പീലുകളൊന്നും പെൻഡിംഗ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇവർ നികുതിയുടെ 50% അടയ്ക്കേണ്ടതുണ്ട്. 4ാമത്തെ സ്ലാബ് പറയുന്നത് ഒരു അസസ്മെന്റ് ഓർഡർ പ്രകാരം കൊടുക്കുവാനുള്ള നികുതിയുടെ തുക 1 കോടിയിലധികമാണെങ്കിൽ ഇവിടെയും ഏതെങ്കിലും രീതിയിലുള്ള അപ്പീലുകൾ ട്രിബ്യൂണലിലോ ഹൈക്കോടതിയിലോ പെൻഡിംഗ് ഉണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ നികുതിയുടെ 70% അടച്ചാൽ മതിയാവും. അല്ലാത്ത സിറ്റുവേഷനിൽ നികുതിയുടെ 80% അടയ്ക്കണം. ഇനി ഇതിന്റെ കാലാവധി നോക്കാം. ഈ സ്കീമിന്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 31, 2024 ആണ്. അതുകൊണ്ട് ഡീലർമാർ ഓരോ ഓർഡറുകളും പരിശോധിച്ച് ഈ മേൽപ്പറഞ്ഞ തുക ഈ ട്രഷറിയിൽ ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് തുക അടച്ചതിന് ശേഷമാണ് KYTസിന്റെ പോർട്ടലിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 അതായത് 60 ദിവസത്തിനുള്ളിൽ നികുതി അടച്ച് ആംനസ്റ്റിയിൽ ചേരുന്നവർക്കേ ഈ പറഞ്ഞ സ്ലാബ് പ്രകാരമുള്ള ഇളവ് ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും മോഡിഫിക്കേഷൻ, റീഅസസ്മെന്റ് തുടങ്ങിയവ തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ പോലും ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ഈ സിറ്റുവേഷനിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടയ്ക്കാതെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം കൺസേൺഡ് ഓഫീസർമാർ അത് മോഡിഫൈ ചെയ്ത് നമുക്ക് കൺഫേം ചെയ്ത് ഓർഡർ തരുന്ന മുറയ്ക്ക് 2 മാസത്തിനകം നമ്മൾ തുക അടച്ചിരിക്കണം എന്നൊരു കണ്ടീഷനും ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ലൊരു സ്കീമായിട്ട് കാണുന്നു. എല്ലാ അരിയേഴ്സുള്ള ഡീലർമാരും എത്രയും വേഗം ഈ അവസരം ഉപയോഗപ്പെടുത്തി കുടിശ്ശികളെല്ലാം തീർപ്പാക്കണമെന്ന് ഞാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു.